എനിക്ക് ഭക്ഷണം പോലും എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വയറ് ഭയങ്കര പുകച്ചിലായിരിക്കും ഈ PCOD കാരണം. മരുന്ന് കഴിക്കും, കുറയില്ല, പിന്നെയും ഇങ്ങനെ നടക്കുകയില്ല, എല്ലാം പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു ദൈവമുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം, വെറുതെ നമ്മുടെ കയ്യിലൊക്കെ പൈസ ഒക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായിരുന്നു ബ്രദറിൻ്റെ ഒരു പ്രോഗ്രാമിന് പോകണമെന്നൊക്കെ. എൻ്റെ വയറ്റിലൊരു മുഴയുണ്ട്, അത് ഇപ്പോൾ തന്നെ മാറാൻ പോകുമെന്ന് പറഞ്ഞ് അന്നേരം തന്നെ മാറി. ബ്രദർ പ്രാർത്ഥിച്ച ശേഷമാണ് സ്കാനർ റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാം നോർമലായിട്ടുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ പീരീഡ്സ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കൊച്ചുണ്ടാവും ഉറപ്പുണ്ട്. ജീവിക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ ചർച്ചിൽ വരുന്നതും ഈ ദൈവമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ്. കർത്താവിന്റെ പ്രവൃത്തികൾ തീർന്നു പോയിട്ടില്ല, അത്ഭുതങ്ങൾ ചെറുതായി പോയിട്ടില്ല. വീണ്ടും നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കാനായി പോവുകയാണ്. നമ്മോട് സാക്ഷ്യം പറയാനായിരിക്കുന്നത് നിഷ സിസ്റ്ററും ഹസ്ബൻഡുമാണ്. വയനാട് ബത്തേരിയിൽ നിന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. കർത്താവ് ചെയ്തൊരു അത്ഭുത സൗഖ്യം, തൻ്റെ യൂട്രസിൽ ഉണ്ടായൊരു അത്ഭുത വിടുതലാണ് സിസ്റ്റർ സാക്ഷ്യം പറയുന്നത്. സിസ്റ്റർ പറയാമോ, എന്താണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്തത്? എങ്ങനെയാണ് ഈ ഒരു യേശു മാർഗത്തിലേക്ക് അല്ലെങ്കിൽ കർത്താവിനെ അറിയാനുള്ള സാഹചര്യത്തിലേക്ക് വന്നത്? എനിക്ക് 10 വർഷമായി എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ പിന്നെ പല ഡോക്ടർമാരൊക്കെ കാണിച്ചു. എന്നിട്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് ഇത് മരുന്ന് കുടിച്ചാൽ കുറയുമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് മരുന്ന് കുടിച്ചിട്ടും എനിക്ക് കുറഞ്ഞിട്ടില്ല. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇനിയും മരുന്ന് വരണ്ട, പിന്നെ ഇനി അങ്ങനെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഭയങ്കര എനിക്ക് വിഷമായിരുന്നു. എനിക്ക് ഭക്ഷണം പോലും എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വയറ് ഭയങ്കര പുകച്ചിലായിരിക്കും ഈ PCOD കാരണം. എൻ്റെ മുടിയൊക്കെ ഭയങ്കര കൊഴിഞ്ഞു പോവും. അപ്പോൾ വിനീഷേട്ടൻ പറഞ്ഞ് ഇങ്ങനെ ഒരു ദൈവമുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം, വെറുതെ നമ്മുടെ കയ്യിലൊക്കെ പൈസ ഒക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരു മാസത്തിൽ 4000 റുപ്യൻ്റെ മരുന്നാണ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ വിനീഷേട്ടൻ കാരണം ഞങ്ങൾ ഈ ദൈവത്തിനെ അറിയാൻ ഇടയായി. അപ്പോൾ ഞങ്ങൾ അഞ്ചൽ ചർച്ചിൽ പോയി ആദ്യമായിട്ട്. എന്നിട്ട് അവിടെ ബ്രദർ പറഞ്ഞ് നിൻ്റെ വയറ്റിലൊരു മുഴയുണ്ട്, അത് ഇപ്പോൾ തന്നെ മാറാൻ പോകുമെന്ന് പറഞ്ഞ് അന്നേരം തന്നെ മാറി. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന്. അപ്പോൾ 3-ാമത്തെ ദിവസത്തെ ഞങ്ങൾ സ്കാനിങ് ചെയ്യാൻ പോയി. അപ്പോൾ സ്കാനിങ്ങിൽ എല്ലാം നോർമലായി പോയി. എല്ലാം നോർമലായിരുന്നു. കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. വിനീഷ് ബ്രദർ തന്നെ പറഞ്ഞാട്ടെ, എങ്ങനെയാ യേശുവിലേക്ക് വരാനിടയായത്? ഞാൻ ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ബ്രദറിനൊക്കെ അറിയാം. അപ്പൊ ഞാൻ മൊബൈല് ഇങ്ങനെ രാത്രി അവിടെ നൈറ്റ് ഡ്യൂട്ടിയാണ്, ഇപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞങ്ങളെ ഹോട്ടലിൽ വയനാടും കോഴിക്കോടും ഉണ്ട്. അപ്പം ഈ ഒരു ഓണർ ഹോട്ടലിൽ ഞാൻ എന്നും നൈറ്റിൽ ടി വിയിൽ കാണും, പ്രോഗ്രാം കാണും. ഒരു ദിവസം മൊബൈൽ വന്നു ജോൺദാന്റെ പ്രോഗ്രാം. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഫേസ്ബുക്കിലാണോ കണ്ടേ? ഫേസ്ബുക്കിലൂടെയാണ്. പിന്നെ TV സ്ഥിരം എല്ലാ എപ്പിസോഡും കാണും. എന്റെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായിരുന്നു ബ്രദറിന്റെ ഒരു പ്രോഗ്രാമിന് പോകണമെന്നൊക്കെ. പക്ഷെ അന്നൊക്കെ ഭയങ്കര തടസ്സങ്ങൾ വന്നു. അതൊക്കെ പറയാം ഒരു മിനിറ്റ്. അങ്ങനെ ഞങ്ങൾ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, എടി നമുക്ക് ഒരു ദിവസം ഈ പ്രോഗ്രാമിന് പോകണം. പക്ഷെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കുമായിരുന്നു, വടകര എന്ന് പറഞ്ഞ ഡോക്ടറെ കാണിച്ചോണ്ടിരുന്നത്. പച്ച മരുന്നാണ് ഞങ്ങൾ ഇവർക്ക് പറ്റുള്ളൂ, ഇംഗ്ലീഷ് മരുന്ന് പറ്റൂല. അപ്പൊ അത് മാത്രമേ പിടിക്കുള്ളൂ. ഈ പീരീഡ്സ് ഒന്നും നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ ആഴ്ചയും എല്ലാ മാസം പോകണം. അപ്പൊ 4000 രൂപ ചെലവ് അവിടെ ഈ ഡോക്ടറെ കാണണമെങ്കിൽ. അവിടെ ടോക്കൺ എടുക്കണം. അപ്പൊ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഈ മരുന്ന് കഴിച്ചിട്ട് വാന്ന് പറയും. പക്ഷെ മരുന്ന് കഴിക്കും, കുറയില്ല, പിന്നെയും ഇത് ഇങ്ങനെ നടക്കുകയില്ല, എല്ലാം പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങള് ഒരു ദിവസം ബസ് ബുക്ക് ചെയ്തു. ചില സാങ്കേതിക കാരണത്താൽ കോട്ടയത്തെ മീറ്റിംഗ് വരാൻ പറ്റിയില്ല. ഭയങ്കര വിഷമായി പോയി. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, നമുക്കൊരു ദിവസം എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ബ്രദറിന്റെ പ്രോഗ്രാം പോകണം എന്നൊക്കെ പറഞ്ഞു. പല തടസ്സങ്ങളും വന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, 5-ൽ പോയി. അപ്പൊ ആ പ്രോഗ്രാം ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും നിങ്ങൾ മുന്നിൽ നിർത്തിയിരുന്നു. ബ്രദർ ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച് പറഞ്ഞു, ഓരോ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങളും പറഞ്ഞു, ഇവളുടെ കാര്യവും പറഞ്ഞു. അപ്പൊ ഇവളുടെ മുഴ വയറ്റിലുണ്ട്, അത് മാറും എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അത് മാറി. അന്നേരം എനിക്ക് വിശ്വാസം കുറവാട്ടോ. ഉള്ളിൽ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, വിശ്വാസം. എൻ്റെ വീട്ടിലൊക്കെ എതിർക്കുന്ന ആൾക്കാരാണ്. അമ്മയ്ക്ക് കുഴപ്പമില്ല, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എനിക്കത് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, മുഴയൊക്കെ മാറി, എല്ലാം റെഡിയായി. സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാനിന്റെ റിപ്പോർട്ട് ഞങ്ങളെ കയ്യിലില്ല. ഇപ്പോൾ അത് ഡോക്ടർ മേടിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ മേടിക്കാൻ മറന്നുപോയതാണ്.
അങ്ങനെ അവിടെ പോയി മാനന്തവാടി ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിച്ചത്. ബ്രദർ പ്രാർത്ഥിച്ച ശേഷമാണ് സ്കാനർ റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാം നോർമലായിട്ടുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ പീരീഡ്സ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ബ്രദർ ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട്. അതെന്തായാലും ഇവിടെ വെച്ച് ഞങ്ങൾക്ക് നടക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്. ജീവിക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ ചർച്ചിൽ വരുന്നതും ഈ ദൈവമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ്. പക്ഷെ എൻ്റെ വൈഫിന്റെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇങ്ങനെ പോകുന്നത്. എനിക്ക് ഉറപ്പുണ്ട് അത് ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അന്ന് ഇവിടെ 5 ചർച്ച് പോകുമ്പോഴും ഇവൾക്ക് തടസ്സങ്ങൾ അന്ന് വേദനയായിരുന്നു. വയറ് ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ബ്രദർ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങളുടെ വൈഫിന്റെ വയറ്റിൽ മുഴയുണ്ട്, നിങ്ങൾ കൗണ്ട് കുറവുണ്ട്, പക്ഷെ എല്ലാം നോർമലാണ്. ഇപ്പൊ ഒരു കുഴപ്പം ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങളെ ചർച്ചിൽ ഇപ്പോ ഞങ്ങൾ ഇത് റെഡിയായ ശേഷം ഒരുപാട് പേര് മീറ്റിങ്ങിന് വരുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. കുറെ ആൾക്കാർ ഇപ്പം മീറ്റിങ്ങിന് വരുന്നുണ്ട് ദൈവത്തെ അറിഞ്ഞ ശേഷം. എത്ര നാൾ മുമ്പാണ് അഞ്ചലിൽ വരാനിടയായത്? കുറെ വർഷങ്ങളായി, കറക്റ്റ് പറയാൻ പറ്റില്ല. ഒത്തിരി വർഷങ്ങളായി. ഒരു 8-7 വർഷം അല്ലേ? 7 വർഷമായിട്ടുണ്ടാവും. അന്ന് ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു. ബ്രദറിന് കൗണ്ട് കുറവാണ്, സിസ്റ്ററിന് PCOD പ്രയാസമുണ്ട്. അതിപ്പോ ഉണങ്ങി, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇനി ഏത് സമയം കൊച്ചാവുന്ന് ബ്രദർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കുട്ടിയാവുന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കൊച്ചുണ്ടാവും ഉറപ്പുണ്ട്. ആമേൻ. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ഇത് പറഞ്ഞു ഫോണിലൂടെ, ഡോക്ടറെ ഞങ്ങൾ മരുന്ന് തീർന്ന് പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളൊരു ദിവസം പോയി ഡോക്ടറെ അടുത്ത്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾക്ക് മരുന്നിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾ ജീവിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ പോയ ശേഷം ഞങ്ങൾക്ക് അപ്പൊ ഡോക്ടർ പറയാം അങ്ങനെ ദൈവം ഉണ്ടോ അവിടെ? ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ദൈവം ഉണ്ട്. അത് 5 ചർച്ചിൽ പോയാൽ അവിടെ പോയി നിങ്ങൾ ഒരു ദിവസം പോയി അവിടെയുള്ള എല്ലാ പ്രശ്നം മാറി. എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചായിരുന്നു ആ ഡോക്ടർ. ഡോക്ടർ ചോദിച്ചു. അതൊരു ആയുർവേദിക് ഡോക്ടറാണ്. ഡോക്ടർ പറഞ്ഞു അങ്ങനെ ദൈവം ഈ ഭൂമിയിൽ ഉണ്ടോ? ഞാൻ ജീവിക്കുന്ന ഒരു ദൈവം അത് യേശു ആണെന്ന് ഞാൻ പറഞ്ഞു. ആമേൻ. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഡോക്ടർ പോലും ചോദിച്ചു അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? എന്നാൽ ഇവരുടെ കൈകളിൽ തെളിവുണ്ട്. സ്കാനിങ് റിപ്പോർട്ടുകൾ എടുത്തു, എല്ലാം നോർമലാണ്. PCOD ഇന്ന് ഇല്ല. അത്ഭുതകരമായ ഒരു സൗഖ്യം പ്രിയ വിനീഷ് ബ്രദറിനും സിസ്റ്ററിനും ദൈവം കൊടുക്കാനിടയായി. ഞങ്ങളെ റിസൾട്ട് ഡോക്ടറുടെ കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റില്ല. അത് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, കയ്യിൽ വെച്ചാൽ മതിയായിരുന്നു. അതിനുശേഷം വയറുവേദനയും പ്രയാസമൊന്നും ഇല്ല സിസ്റ്റർ. 7 വർഷമായിട്ട് ഒരു വേദന പോലും വന്നിട്ടില്ല. ആമേൻ. കരങ്ങൾ അടിച്ചൊരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറഞ്ഞേ. ആ ദൈവം നമ്മെ സൗഖ്യമാക്കാൻ മതിയായവനാണ്. അതുകൊണ്ട് ബലത്തോടെ ചേർന്ന് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ.